മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തനിക്കെതിരെ ഗാർഹിക പീഡന പരാതി ഉന്നയിച്ച സ്വന്തം ഭാര്യയോട്, ബിന്ദു മേനോനോട് മാപ്പ് പറഞ്ഞതും അവർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ കോംപ്ലിമെന്റ്സ് ആക്കിയെന്നുമാണ് ഇപ്പോൾ കേൾക്കുന്നത്. മാപ്പ് പറയുന്നതിൽ നമ്മുടെ ഗണേഷ് കുമാർ ഒരു വിരുദ്ധനാണ്, നല്ല മിടുക്കനാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ആദ്യം ഗാർഹിക പീഡന പരാതി കൊണ്ടുവന്നത് ആദ്യ ഭാര്യയായ യാമിനി തങ്കച്ചിയായിരുന്നു. അവര് പറഞ്ഞ ഒരു കഥ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്, പൊതുസമൂഹത്തിലുണ്ട്, പൊതു ഇടത്തില് നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂട്യൂബ് തുറന്ന് കേൾക്കാവുന്നതാണ്. ഗണേഷ് കുമാറിന്റെ ഒരു കാമുകിയുടെ ഭർത്താവ് അയാളെ പൊതിരെ തല്ലിയപ്പോ, അടിച്ചു പഞ്ചറാക്കിയപ്പോ കാൽക്കൽ വീണ് കിടന്ന് ക്ഷമിക്കണം ക്ഷമിക്കണം, മാപ്പ് മാപ്പ് എന്ന് പറഞ്ഞ ഒരു അനുഭവ കഥ യാമിനി തങ്കിച്ചു തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാപ്പൊന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നില്ല, അത് വളരെ സ്വാഭാവികമാണ്. പക്ഷേ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കെ.ബി. ഗണേഷ് കുമാറോ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയോ പിണറായി സർക്കാരോ വിചാരിക്കരുത്. ഇന്ന് ക്യാബിനറ്റ് യോഗം ചേരുന്നതിന് പ്രശ്നം പരിഹരിക്കണമെന്ന് പിണറായി വിജയന് നിർബന്ധമുണ്ടായിരുന്നു. ഈ അവസാന നിമിഷത്തില്, അവസാന ലാപ്പില്, തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നു നിൽക്കെ തന്റെ മന്ത്രിസഭയിലെ ഒരു അംഗം ഒരു ഗാർഹിക പീഡന കേസില് സ്വന്തം ഭാര്യ പറഞ്ഞ പരാതിയുടെ പേരില് രാജിവെച്ച് പുറത്തേക്ക് പോകേണ്ടി വരുന്നത് അപകടകരമായ ഒരു സ്ഥിതി ഉണ്ടാക്കുമെന്ന് പിണറായി വിജയന് അറിയാമായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അന്ത്യശാസനം അദ്ദേഹം പറഞ്ഞതനുസരിച്ചാവാം. നമ്മുടെ മുമ്പിൽ തെളിവുകളോ വസ്തുതകളോ ഇല്ല. പക്ഷെ കാര്യങ്ങളെ മുന്നോട്ട് പോയത് കാണുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ ഇടപെടൽ ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും മാപ്പ് പറഞ്ഞു, ഭാര്യ തൽക്കാലത്തേക്ക് ക്ഷമിച്ചു, ഇനി പരാതിക്കില്ല, കേസിനും കുഴപ്പത്തിനുമില്ല എന്ന് അവർ പറഞ്ഞു എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന് ഗവൺമെന്റോ പിണറായി വിജയനോ ഗണേഷ് കുമാറോ വിചാരിച്ചിട്ട് കാര്യമില്ല. കേരള പൊതുസമൂഹത്തിന് മുമ്പിലാണ് ഭാര്യ ബിന്ദു മേനോൻ സ്വന്തം ഭർത്താവിനെ പറ്റി, നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട മന്ത്രിയെ പറ്റി ഈ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നത് നമുക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുണ്ട്, അത് പത്തനാപുരത്തെ വോട്ടർമാരുടെ മുമ്പിലുണ്ട്. ഇനി ബിന്ദു മേനോൻ നിഷേധിച്ചാൽ തന്നെ നമുക്കറിയാം, അവർ ഇന്നലെ പറഞ്ഞത് ആ വെർബാറ്റം നമ്മൾ കേട്ടതാ, കേരളത്തിലെ ജനങ്ങള് കേട്ടതാ. അതുകൊണ്ട് ഇതിൽ നിന്ന് ഊരിപ്പോകാം എന്ന് ആരും വിചാരിക്കരുത്. ഇത് നേറി കത്തുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ നടന്ന സംഭവവികാസങ്ങളൊക്കെ കണ്ടപ്പോൾ എങ്ങനെയാണ് കാലം അതിന്റെ നീതി നിർവഹണം നടത്തുന്നത് എന്ന് വളരെ കൗതുകത്തോടുകൂടി വിസ്മയത്തോടുകൂടി ആലോചിച്ചു പോയി. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായിരുന്ന കെ.ബി. ഗണേഷ് കുമാർ അന്ന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നത് എന്നുള്ളത് നമ്മളാരും മറക്കാൻ കാലമായിട്ടില്ല. 12-13 വർഷങ്ങൾക്ക് മുമ്പാണ്. മന്ത്രിക്കെതിരായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ യാമിനി തങ്കച്ചി പരസ്യമായിട്ട് രംഗത്ത് വരികയാണ് ചെയ്തത്. അവരെ ചികിത്സയിലായിരുന്നു, ഇയാളുടെ മർദ്ദനമേറ്റ ചികിത്സയിലായിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ മുഴുവന് കേരളത്തിലെ ജനങ്ങളോട് അവര് പറഞ്ഞു. അവസാനം പ്രശ്നം പരിഹരിക്കുന്നതിനാണ് ഉമ്മൻചാണ്ടി ശ്രമിച്ചതെങ്കിൽ അതിനെ അനുവദിക്കാതിരുന്ന അന്നത്തെ പ്രതിപക്ഷമായിരുന്നു. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും BS-ഉം ഒക്കെ ആയിരുന്നു. പിണറായി പറഞ്ഞ എന്താണ് ഗണേഷിനെ കുറിച്ച്? നാണവും മാനവും ഇല്ലാത്തൊരു മന്ത്രി എന്നാണ്, അദ്ദേഹത്തെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാ പറഞ്ഞത്. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, ഗണേഷ് കുമാറിനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കുറ്റവാളിയാണ്, അദ്ദേഹവും രാജിവെക്കണം എന്നാണ് പറഞ്ഞത്. VS ഏതാണ്ട് അതേ രീതിയിലാണ് സംസാരിച്ചത്. അവസാന സമ്മർദ്ദങ്ങൾക്കൊടുവില് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഗണേഷ് കുമാറിന്റെ രാജി ചോദിച്ചു വാങ്ങേണ്ടി വന്നു. അദ്ദേഹം രാജിവെച്ചു പുറത്തുപോയി. അതിനുശേഷമാണ് ഈ സംഭവത്തിലെ ട്വിസ്റ്റ് നടക്കുന്നത്. തന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടുള്ള പക, തീർത്താൽ തീരാത്ത പക, പ്രതികാര മനോഭാവം, അങ്ങനെയാണ് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഗണേഷ് കുമാറും കൂട്ടരും ചേർന്നൊരു വലിയ കെണിയൊരുക്കിയത്. സോളാർ കേസിലെ പ്രതിയായിരുന്ന സ്ത്രീ അവരെ ജയിലിൽ വെച്ച് എഴുതി എന്ന് പറയുന്ന ഒരു കത്ത്, ചിലപ്പോൾ അത് 18 പേജാകും, ചിലപ്പോൾ 22 ആകും, ചിലപ്പോൾ 25 പേജാകും. സൗകര്യാർത്ഥം അത് വികസിക്കുകയും ചുരുങ്ങുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കത്താ. നമ്മുടെ ആരും അക്കാര്യം മറന്നിട്ടില്ല. ഏറ്റവും അവസാനം ആ കത്തിൽ ഒരു 4-5 പേജ് കൂടി എഴുതി ചേർത്തു. ഈ ഗൂഢസംഘം ഈ പ്രതിയെ കൊണ്ട്, സ്ത്രീയെ കൊണ്ട് എഴുതി ചേർത്തു. അതിൽ നട്ടാൽ കുരുക്കാത്ത ഒരു ആരോപണം, വ്യാജ ആരോപണമാണ് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഉന്നയിച്ചിരുന്നത്. അത് ഉപയോഗിച്ചാണ് അന്നത്തെ പ്രതിപക്ഷവും ഒപ്പം ഗണേഷ് കുമാറും ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത്. ശിവരാജൻ കമ്മീഷന്റെ റിപ്പോർട്ടില് ഉമ്മൻചാണ്ടിയെ പിടിച്ചുകെട്ടാൻ പറ്റി എന്തെങ്കിലും ഉണ്ടാകുമെന്നാണ് അന്ന് അധികാരമേറ്റ നമ്മുടെ പിണറായി വിജയൻ കരുതിയത്. പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയോടുള്ള പക തീർക്കണമായിരുന്നു. ലാവ്ലിൻ കേസ് CBI അന്വേഷണത്തിന് വിട്ടതിലുള്ള പക, ലാവ്ലിൻ കേസ് വിട്ടതിന്റെ പശ്ചാത്തലം വേറെയാ, പക്ഷെ ആ പകയുണ്ടായിരുന്നു, അത് തീർക്കണമായിരുന്നു. പക്ഷെ റിപ്പോർട്ടിൽ, ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ടിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് വെച്ച് ഉമ്മൻചാണ്ടിയെ പിടിക്കാമെന്ന ആഗ്രഹം വല്ലാതെയായി പോയി. പക്ഷെ അതിനുമേൽ അന്വേഷണം നടത്തി. 3 പേരെ കൊണ്ട്, കേരള പോലീസിലെ ഉന്നത സ്ഥാനങ്ങളിലുള്ള 3 ആളുകളെ കൊണ്ട് അന്വേഷണം നടത്തിയിട്ടും ഉമ്മൻചാണ്ടിക്കെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല എന്നാണ് അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പിണറായി വിജയനോട് പറഞ്ഞത്. അപ്പോഴെന്ത് ചെയ്തു? അവിടെയാണ് നമ്മുടെ ഗണേഷ് കുമാറിന്റെയും മറ്റും സഹായം പിണറായി വിജയന് ഉണ്ടായത്. ഈ ജയിലിൽ എഴുതിയ കത്ത് എന്ന് പറയുന്നതിൽ കൂടുതൽ പേജുകൾ ചേർത്ത് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് വളരെ വൃത്തികെട്ട ഒരു ആരോപണം
ഉന്നയിച്ചുകൊണ്ട് ചില പേജുകൾ എഴുതി ചേർത്തിരുന്നു. അതുപയോഗിച്ചു ആ ആരോപണം ഒരു പരാതിയായി എഴുതി വാങ്ങി, ഈ പ്രതിയിൽ നിന്ന് എഴുതി വാങ്ങി. അങ്ങനെയാണ് CBIക്ക് അന്വേഷണം വിട്ടത്. ഉമ്മൻചാണ്ടിക്ക് എതിരായിട്ടുള്ള ഒരു അന്വേഷണം CBIയിലേക്ക് ഉമ്മൻചാണ്ടി എറിഞ്ഞു കൊടുത്തത് അങ്ങനെയായിരുന്നു. അതൊരു കൂട്ടുകച്ചവടമായിരുന്നു. പക്ഷെ സർവശക്തനായ ദൈവം ഉമ്മൻചാണ്ടിയോടൊപ്പമായിരുന്നു. അദ്ദേഹം അക്കാലത്ത് രോഗബാധിതനായി മരിക്കുന്നതിന് മുമ്പ് ആരോപണങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട്, അദ്ദേഹത്തിനെതിരെ തെളിവിന്റെ ഒരു കണിക പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് CBIയുടെ അന്വേഷണ റിപ്പോർട്ട് വായിച്ചതിന് ശേഷമാണ് ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇതിനുള്ള പ്രതിഫലമാണ് ഇപ്പോൾ പലരും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗണേഷ് കുമാർ അടക്കമുള്ളവര് ഈ കാവ്യനീതിക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴൊരു പക്ഷേ ഭാര്യയുമായിട്ട് മാപ്പ് പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഉമ്മൻചാണ്ടിയെ വേദനിപ്പിച്ചിട്ടുള്ള പ്രതിഫലം അത് ഗണേഷ് കുമാറിന് ലഭിക്കാതിരിക്കില്ല. ചിലപ്പോൾ അല്പം കൂടെ സമയം വേണ്ടി വന്നേക്കാം എന്ന് മാത്രം. ഗണേഷ് കുമാറിന്റെ ആദ്യ രാജി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആദ്യ ഗാർഹിക പീഡന പരാതിക്ക് ശേഷമുള്ള രാജി കഴിഞ്ഞിട്ട് 12-13 വർഷങ്ങൾ കഴിയുകയാണ്. അന്ന് UDFിലായിരുന്നു ഗണേഷ് കുമാറെങ്കിലും ഇന്ന് LDFിലാണ്. പിണറായി വിജയൻ ഏറ്റവും താല്പര്യമുള്ള ഒരു മന്ത്രിയാണ്. പണ്ട് നാണവും മാനവും ഇല്ലാത്ത മന്ത്രി എന്ന് വിശേഷിപ്പിച്ചെങ്കിൽ അതൊക്കെ അദ്ദേഹം മറന്നു. അന്ന് പിണറായിയും കോടിയേരി ബാലകൃഷ്ണനും VSും ഒക്കെ ഗണേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇന്നും പ്രസക്തമാണ്. കാലചക്രം ഒരു റൗണ്ട് കറങ്ങിത്തിരിഞ്ഞു വന്നപ്പോൾ അന്ന് പിണറായി പറഞ്ഞത്, അല്ലെങ്കിൽ VS പറഞ്ഞത്, കോടിയേരി പറഞ്ഞത് ഒക്കെ ചെന്നുകൊള്ളുന്നത് പിണറായിയുടെയും അതുപോലെ തന്നെ ഗണേഷ് കുമാറിന്റെയും നെഞ്ചത്താണ് എന്ന കാര്യം മറക്കരുത്. പഴയ ആരോപണങ്ങൾ അത് തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. അതേ പ്രതിക്കൂട്ടിൽ ഗണേഷ് കുമാർ നിൽക്കുകയാണ്. ക്ഷമാപണം നടത്തി തൽക്കാലം രക്ഷപ്പെട്ടതുകൊണ്ട് കാര്യമില്ല എന്ന് ആവർത്തിച്ചു പറയുക. ആ പരാതികള്, ആ ആരോപണങ്ങള്, യാമിനി തങ്കച്ചിയോട് ചെയ്ത അതേ കാര്യങ്ങൾ യാമിനി തങ്കച്ചിയും കാണാൻ മേലാത്തത് പലതും കണ്ടപ്പോഴാണ് ഭർത്താവിനെതിരെ തിരിഞ്ഞത്. അങ്ങനെയാണ് ഭർത്താവ് ഗണേഷ് കുമാർ അവരെ മർദ്ദിക്കുന്നത്. അതാണ് കേസായി മാറുന്നത്. അങ്ങനെയാണ് ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്തു പോകേണ്ടി വരുന്നത്. ഇതെല്ലാം ഇപ്പോൾ അതേപോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ബിന്ദു മേനോൻ ഏഷ്യാനെറ്റ് വഴി നടത്തിയ വെളിപ്പെടുത്തല് പുറത്തു വന്നിട്ട് ഇന്ന് പ്രഭാതമായപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു ദിവസം പൂർത്തിയാവുകയായിരുന്നു. ഇക്കാര്യത്തിൽ ഒരു നടപടിയും പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. സ്വന്തം മന്ത്രിക്കെതിരായിട്ട് പരസ്യമായിട്ട് ഉന്നയിച്ച ഒരു ആരോപണം, പക്ഷെ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൾഫിൽ നിന്ന് ഒരു പരാതി വരുത്തി അയാൾ താമസിച്ചിരുന്ന ഹോട്ടൽ മുറി റെയ്ഡ് ചെയ്ത് അത് വളഞ്ഞ് അയാളെ അറസ്റ്റ് ചെയ്ത് DYFIക്കാർക്കും SFIക്കാർക്കും ചീമൊട്ടി എറിയാനും തെറി പറയാനും കറുത്തകൊടി കാണിക്കാനും അതുപോലെ തന്നെ ചെരുപ്പറിയാനും ഒക്കെ പാകത്തില് കേരളത്തിലെ കോടതികളിലൂടെ കൊണ്ടു നടന്ന ആളാണ്. സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ സുരക്ഷ, സ്ത്രീ സുരക്ഷ എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ആളാണ്. പക്ഷേ സ്വന്തം പാർട്ടിയിൽപ്പെട്ടവര് കുടുങ്ങുമ്പോഴ്, മുന്നണിയിൽപ്പെട്ടവര് ആരോപണ വിധേയരാകുമ്പോൾ ഈ സ്ത്രീ സുരക്ഷ അങ്ങ് മറന്നുപോകും. മുകേഷിന്റെ കാര്യത്തില്, അതുപോലെ തന്നെ നമ്മുടെ PT കുഞ്ഞമ്മോന്റെ കാര്യത്തിലൊക്കെ അതാ നടന്നത്. പരാതികളിന് മേലെ അടയിരിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തത്. അങ്ങനെ എത്രയെത്ര കാര്യങ്ങള്, എത്രയെത്ര അനുഭവങ്ങള്, ഉദാഹരണങ്ങള്. ഇപ്പോഴാ ഗണേഷ് കുമാറിനെതിരായിട്ട് ഒരു ആക്ഷേപം പരസ്യമായിട്ട് ഉന്നയിക്കപ്പെട്ടപ്പോൾ അതെങ്ങനെയെങ്കിലും കോംപ്ലിമെന്റ്സ് ആക്കുന്നതിന് വേണ്ടിയുള്ള സമയം വാങ്ങിച്ചെടുക്കുകയായിരുന്നു ഈ ഗവൺമെന്റ് ചെയ്തത്. ഈ സ്ത്രീ സുരക്ഷ പറയുന്ന ആളുകളാണ് അതിജീവിതമാരെ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പരസ്യത്തിൽ ഉപയോഗിക്കുന്നത് എന്നത് മറക്കരുത്. മുണ്ടക്കൈ ചൂരൽമല പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി വയനാട്ടിൽ ഉണ്ടാക്കിയ ടൗൺഷിപ്പ് അല്ലെങ്കിൽ മാതൃകാ ഗ്രാമം നമ്മുടെ മഹാനടൻ മമ്മൂട്ടി സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം അത് നടന്ന ദിവസങ്ങളിൽ തന്നെയാണ് നമ്മുടെ ഗണേഷ് കുമാറിനെതിരായിട്ടുള്ള ഈ ആക്ഷേപവും ആരോപണവും ഉയർന്നു വന്നത്. അന്ന് മമ്മൂട്ടി വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്, തന്റെ സന്ദർശനം ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആരും ഉപയോഗിക്കരുത് എന്ന കാര്യത്തിൽ മമ്മൂട്ടിക്ക് നല്ല നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം തന്നോടൊപ്പം പറ്റിപ്പിടിച്ചു നടന്ന CPMന്റെ ജില്ലാ സെക്രട്ടറിയോട് അല്പം ദൂരെ മാറി നിൽക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. എന്റെ കൂടെ വന്നാല് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് ആളുകൾ ധരിക്കും എന്ന സാമാന്യ ബോധത്തിന്റെയും ബുദ്ധിയുടെയും അടിസ്ഥാനത്തിലാണ് നടൻ മമ്മൂട്ടി അത് പറഞ്ഞത്. അത് മാത്രമല്ല, ഇത് നാട്ടിലെ ആളുകളുടെ പണം പിരിച്ചുണ്ടാക്കിയ ഒരു ടൗൺഷിപ്പാ, നാട്ടുകാരുടേതാണ്. മനസ്സിലായില്ലേ? നമ്മുടെ സാമൂഹികമായ ഒരു ക്യാപിറ്റലാണ്, അതായത് മുതൽക്കൂട്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ടൗൺഷിപ്പ് ഉണ്ടാക്കിയതിന്റെ പേരില് അതിന്റെ രാഷ്ട്രീയ ലാഭം LDFന് വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതാണ് മാന്യത എന്ന് പറയുന്നത്. അദ്ദേഹം CPM അനുഭാവിയ, കൈരളി ചാനലിന്റെ ചെയർമാനാ. പക്ഷെ അദ്ദേഹം കാര്യങ്ങളെ വസ്തുതാപരമായിട്ട് സമീപിക്കുകയാണ് ചെയ്തത്. അതിന്റെ പേരിൽ കേരളത്തിലെ CPM സൈബർ വെട്ടുക്കളികളെ, പോരാളികള്, ഗുണ്ടകൾ എന്ന് വിളിക്കാവുന്ന ആളുകള് മഹാനടനായ മമ്മൂട്ടിക്കെതിരെ ഏതു രീതിയിലാണ് സൈബർ ആക്രമണം നടത്തിയത് എന്നുള്ളത് സമാനതകളില്ലാത്ത ഒരു കാര്യമാണ്. മറ്റാർക്കും ഇതുപോലെ അനുഭവം ഉണ്ടായി കാണണമെന്നില്ല. മമ്മൂട്ടി അവര് സൈബർ ലിഞ്ചിങ്ങിന് വിധേയമാക്കുകയായിരുന്നു. അവസാനം മമ്മൂട്ടിക്ക് ഇടപെടേണ്ടി വന്നു, സംസാരിക്കേണ്ടി വന്നു. അദ്ദേഹം ഈ
ജില്ലാ സെക്രട്ടറിയോട് വിളിച്ചിട്ട് താങ്കളെ അപമാനിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഈ അധിക്ഷേപങ്ങളുടെ പ്രവാഹം തുടരുകയായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് ഇതാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഇനി CPM തുടർന്ന് ബന്ധപ്പെട്ട് സഹകരിച്ചു നിൽക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നാണ്. കൈരളി ചാനലിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെക്കാനും മടിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അവസാനം ആരോടും മാപ്പ് ചോദിച്ചിട്ടില്ലാത്ത നമ്മളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഊരിപ്പിടിച്ച വടിവാളുകളുടെയും കടാരകളുടെയും നടുവിലൂടെ തലയുയർത്തി നടന്നിട്ടുള്ള നമ്മുടെ ഇരട്ടച്ചങ്കൻ പറഞ്ഞല്ലോ, മറ്റൊരാളെ അംഗീകരിക്കാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹം മമ്മൂട്ടിയുടെ മുമ്പില് സമസ്ത അപരാധങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പിരുന്നു. ആ ദിവസം തന്നെയാണ് ഗണേഷ് കുമാറിനെതിരായിട്ടുള്ള ഈ ആക്ഷേപം ഉയരുന്നത്. മമ്മൂട്ടിയുടെ മാപ്പ് പറയാൻ കാണിച്ച മഹാമനസ്കത അല്ലെങ്കിൽ കർത്തവ്യബോധം എന്തുകൊണ്ട് സ്വന്തം ഭാര്യയുടെ പരാതിക്കിരയായ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗത്തിനെതിരെ അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. കുറെ സമയം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അതിലൂടെ എങ്ങനെയെങ്കിലും ഇത് കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടത്. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഷയത്തില് ഗണേഷ് കുമാർ ഒരു കുരുക്കിൽപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആ കുരുക്കിന്റെ ഒരു കഷണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കഴുത്തിലുണ്ട് എന്നത് മറക്കണ്ട. കാരണം പണ്ട് നാണവും മാനവും ഇല്ലാത്ത ആളെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ അദ്ദേഹം പിണറായി വിജയന്റെ സ്വന്തമാണ്. രണ്ടാം മന്ത്രിസഭയുടെ ആദ്യ സമയത്ത് തന്നെ ആദ്യ ടീമിൽ തന്നെ ഇദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ കുടുംബത്തിൽ നിന്ന് തന്നെ പരാതികൾ ഉണ്ടായപ്പോൾ അത് ആന്റണി രാജുവിന് ലഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാം ടൈമില് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. RJD പോലെയുള്ള സഖ്യകക്ഷികൾക്ക് ഇതുവരെ മന്ത്രിസഭയിൽ പ്രാതിനിധ്യം കൊടുക്കാത്ത മുഖ്യമന്ത്രി, അത് കാരണങ്ങളുണ്ട്. അതിന്റെ കാരണം ഒത്തിരി പുറകിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ആ മുഖ്യമന്ത്രിയാണ് ഗണേഷ് കുമാറിന് വേണ്ടി ഏറ്റവും അവസാന നിമിഷം വരെ മാറ്റു ചെയ്തത്, നടപടിയെടുക്കാൻ തയ്യാറാവാതെ മൗനം ഭജിച്ചത്. അതിന് പക്ഷേ അദ്ദേഹം പണ്ട് VS-നെതിരായിട്ട് നടത്തിയ ഒരു പ്രയോഗമുണ്ട്, അതെനിക്കിവിടെ ഉദ്ധരിക്കാൻ മടിയുണ്ട്. മുത്തച്ഛന്റെ പ്രായമുള്ള ഒരു മനുഷ്യനെ പറ്റി ഒരാൾ പറയാൻ പാടില്ലാത്ത ഒരു വാക്പ്രയോഗമാണെന്ന് ഗണേഷ് കുമാർ നടത്തിയത്. പലരും ഓർമ്മിക്കുന്നുണ്ടാവും, അതുകൊണ്ട് ഞാനത് ഓർമ്മിപ്പിക്കുന്നില്ല. അതിന്റെ ഒരു സന്തോഷവും നന്ദിയും ഒരു കൃതജ്ഞതയുമായിരിക്കാം ഈ അടുപ്പത്തിന്റെ കാരണമെന്ന് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. ഈ സംഭവ വികാസങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിനെ അങ്ങനെ നിസ്സാരമായി കാണേണ്ട. വാളകത്തെ കുടുംബ വീട്ടില് തനിക്കുണ്ടായ ദുരനുഭവങ്ങള് മുൻ DGP ശ്രീരേഖയോട് പറഞ്ഞു. അവര് ബന്ധുക്കളാണ്. ബിന്ദു മേനോന്റെ സഹോദരന്റെ ഭാര്യയാണ് അവര്. വേറൊരാളോടും കൂടി ഈ ബിന്ദു മേനോൻ പറഞ്ഞിരുന്നു, അത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ്. ഇതുപോലൊരു സംഭവം ഉണ്ടാകുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളോട് ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കതിന് ഉത്തരമില്ല. എന്തെങ്കിലും കാരണങ്ങളുണ്ടാവാം, എന്തെങ്കിലും ബന്ധങ്ങളുണ്ടാവാം. പക്ഷേ പിണറായി വിജയന്റെ മകളെ ഇത് അറിയുമ്പോൾ അച്ഛനോട് പറയേണ്ടതല്ലേ? അച്ഛനത് അന്വേഷിക്കേണ്ടതല്ലേ? പറയാൻ വേണ്ടി തന്നെയാണല്ലോ ബിന്ദു മേനോൻ വീണ വിജയനോട് ഇത് പറയുന്നത്. അപ്പോൾ ആ വിവരം പറഞ്ഞ മുഖ്യമന്ത്രി നടപടി എടുക്കേണ്ടതല്ലേ? ഈ സംഭവം നടന്ന സമയത്ത് കീഴൂട്ട് വീട്ടിൽ പോലീസ് എന്നതാണ്, 1-2 സംഘം പോലീസ് എന്നതാണ്. ഇവരാരും ബിന്ദു മേനോന്റെ പരാതിയിന്മേൽ എന്തെങ്കിലും നടപടിയെടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. മന്ത്രിയുടെ വീട്ടിൽ കയറി പോകുന്നത് മന്ത്രിയുടെ സ്ഥാപനങ്ങൾ ഒരാൾ പറഞ്ഞപ്പോൾ മിണ്ടാതെ പോവുകയാണ് ചെയ്തത്. എന്തുകൊണ്ടായിരുന്നു ഇത്? നടപടി അപ്പോൾ തന്നെ എടുക്കേണ്ടതായിരുന്നില്ലേ? ഈ 112 എന്ന് പറയുന്ന സംവിധാനം, അവിടെ ഒരു സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ സംഭവം നടന്നതിന്റെ ഏറ്റവും അടുത്ത സ്ഥലത്തുള്ള പിങ്ക് പോലീസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പോലീസ് സംഘത്തിനോ അലർട്ട് കിട്ടുന്ന ഒരു സംവിധാനമാണ്. കിട്ടിക്കാണുമല്ലോ. എന്നിട്ട് എന്താണ് പോലീസ് ഒന്നും ചെയ്യാതിരുന്നത്? പിണറായി വിജയൻ ഇഷ്ടമുള്ള ഒരു മന്ത്രിയുടെ വീട്ടിലേക്ക് അങ്ങനെ കടന്നു ചെല്ലാൻ പോലീസിന് സാധിക്കുമോ? നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതെന്താ? ഒരു CPM-കാരനെ അറസ്റ്റ് ചെയ്യാൻ പോയ പോലീസുകാരെ തടഞ്ഞു നിർത്തിയിട്ട് അവിടുത്തെ DYFI-ക്കാർ വിളിച്ച് തെറി നടത്തിയ ഭീഷണി തട്ടിക്കളയുമെന്ന് പറഞ്ഞത്. ഇതൊക്കെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പോലീസിന് ഈ പാർട്ടിക്കാരെ പേടിക്കണമല്ലോ. അപ്പൊ ഈ പിണറായി വിജയൻ ഇഷ്ടമുള്ള ഒരു മന്ത്രിയുടെ വീട്ടിലേക്ക് ചുമ്മാതെ അങ്ങോട്ട് കടന്നു ചെല്ലുന്നതിൽ നടപടികൾ എടുക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. പിണറായി വിജയന്റെ മകളെ വിളിച്ചു പറഞ്ഞിട്ട് പോലും ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. ഇപ്പൊ ഇതൊക്കെ കോംപ്ലിമെന്റ്സ് ആക്കി എപ്പോഴും മാപ്പ് പറയാൻ റെഡിയായിരിക്കുന്ന ഒരാളിന് ഒരു മാപ്പൊന്നും ഒരു പ്രശ്നമില്ല. മന്ത്രിസ്ഥാനം രക്ഷിക്കുക, പത്തനാപുരത്ത് മത്സരിക്കാനുള്ള അവസരം നഷ്ടപ്പെടാതിരിക്കുക, അതൊക്കെയാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മാപ്പ് പറയല്ല എന്തും ചെയ്യും. പക്ഷേ ഇത് വെറും ഒരു ഗാർഹിക പീഡന സംഭവമായി അങ്ങനെ കെട്ടവസാനിക്കുമോ? ഇതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ ഇല്ലേ എന്ന ഒരു സംശയം അതോടെ കിടക്കുക. അല്ലാതെ ഇന്നലെ തന്നെ ബിന്ദു മേനോൻ പറയുന്നു ഞാൻ നടപടിക്കൊന്നുമില്ല, ഇന്നും പറയുന്നു ഞാൻ നടപടിക്കൊന്നുമില്ല. പിന്നെ എന്തിനായിരുന്നു പരസ്യമായിട്ട് ഭർത്താവിനെതിരെ ഈ ആക്ഷേപം ഉന്നയിച്ചത്? ചിലപ്പോൾ പലതും ഇനി വെളിച്ചത്ത് വന്നേക്കാം.